പുതിയ പ്രസിഡന്റ് അധികാരമേറ്റ് ഒരു വർഷത്തിനകം അമേരിക്ക അതിശക്തമായി എന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതിർത്തികൾ സുരക്ഷിതമായി, പണപ്പെരുപ്പം കുറയുന്നു, സമ്പദ്ഘടന വളരുന്നു, ശത്രുക്കൾ അമേരിക്കയെ ഭയക്കുന്നതായും ട്രംപ് പറയുന്നുണ്ട്. US കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദ്യം ആ വാക്കുകൾ കേൾക്കാം. When I last spoke in this chamber 12 months ago, I had just inherited a nation in crisis with a stagnant economy, inflation at record levels, a wide open border, horrendous recruitment for military and police, rampant crime at home, and wars and chaos all over the world. But tonight, after just 1 year, I can say with dignity and pride that we have achieved a transformation like no one has ever seen before, and a turnaround for the ages. It is indeed a turnaround for the ages. And we will never go back to where we were just a very short time ago. We're not going back. Today, our border is secure. Our spirit is restored. Inflation is plummeting. Incomes are rising fast. The roaring economy is roaring like never before. And our enemies are scared. Our military and police are stacked. And America is respected again, perhaps like never before. ഐസൻ ജോസ് ഒപ്പം ചേരുന്നുണ്ട്. ഐസൻ ജോസ്, ഈ ട്രംപിൻ്റെ രണ്ടാം വരവിൽ വിവാദങ്ങൾ ഒരുപാടുണ്ടായി. തീരുവ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി മാറി. നോക്കൂ, ഇപ്പോൾ ഈ വാക്കുകൾ ശക്തമായി എന്ന ട്രംപിൻ്റെ വാക്കുകൾ ആത്മപ്രശംസയോ ആത്മവിശ്വാസമോ? കൃഷ്ണരാജ്, ഈ വാക്കുകൾ സമ്മിശ്രമായ ഒരു പ്രതികരണം, ആത്മവിശ്വാസത്തിന്റെയും ആത്മപ്രശംസയുടെയും ഒരു സ്വഭാവം അതിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനായി രാജ്യം സാമ്പത്തികമായി വൻ കുതിച്ചുചാട്ടത്തിലെത്തി. അതുപോലെ തന്നെ സുരക്ഷിതമായ അതിർത്തികളുണ്ടായി. നമുക്കറിയാവുന്നതാണ്, മെക്സിക്കോ അതിർത്തിയുടെ വിഷയങ്ങളൊക്കെ അറിയാവുന്നതാണ്. സുരക്ഷിതമായ അതിർത്തികളുണ്ടായി. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ വീണ്ടും ഭയക്കാൻ തുടങ്ങി. അതായത് ശത്രുക്കൾ തങ്ങളെ ഭയക്കാൻ വീണ്ടും തുടങ്ങിയിരിക്കുന്നു എന്നാണ്. നേരത്തെ അതിരൂക്ഷമായ വിമർശനം, ശത്രുക്കൾക്ക് കീഴടങ്ങുന്ന ഒരു നിലപാട് മുൻ പ്രസിഡന്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ്, അദ്ദേഹം അധികാരമേൽക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ഡെമോക്രാറ്റുകളുടെ നിരുത്തരവാദപരമായ നിലപാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെ, അത്തരത്തിലൊരു നിലപാടിന് പിന്നാലെയാണ് രാജ്യം ശക്തമായി എന്നൊരു വാദഗതി അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ അതിന്റെ ന്യായാന്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു ആത്മപ്രശംസയുടെ സ്വഭാവവും അതിന്റെ വസ്തുതകൾ പരിശോധിക്കുമ്പോൾ കുറേയൊക്കെ ന്യായവും നമുക്ക് കണ്ടെത്താനും സാധിക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയായാലും അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ് എന്ന് പറയുന്ന നമ്മുടെ ഭാരതത്തിലൊക്കെ നയപ്രഖ്യാപനം എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള രണ്ട് സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു സെനറ്റിനെയും ഹൗസ് ഓഫ് കോമൺസിനെയും ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിനെയും അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിലാണ് അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചത്. ഓരോ വർഷം കൂടുന്തോറും പ്രസിഡന്റ് നടത്തുന്ന പ്രഭാഷണമാണിത്. ഇത് സാധാരണഗതിയിൽ എഴുതി നൽകാറുണ്ട്, അതുപോലെ തന്നെ പ്രഭാഷണം നടക്കാറുമുണ്ട്. ഇന്നത്തെ പ്രഭാഷണം ഇന്ന് 7:30 ഇന്ത്യൻ സമയം 7:30 കൂടിയാണ് ആരംഭിച്ചത്. ആ പ്രഭാഷണത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ ചില നിലപാടുകൾ ഇദ്ദേഹം പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭരണകക്ഷി അതിശക്തമായ കയ്യടികളോടെ ഇത് സ്വീകരിക്കുകയും അതേസമയം പ്രതിപക്ഷം ട്രംപിനെ എതിർക്കുന്ന ഡെമോക്രാറ്റുകൾ നിശബ്ദരായിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും ആത്മപ്രശംസയും അതുപോലെ തന്നെ ഒരേ സമയം കുറേയൊക്കെ വസ്തുതകളും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ശത്രുക്കൾ നമ്മളെ ഭയന്നു തുടങ്ങി എന്ന് പറയുമ്പോൾ ഇറാന്റെ വിഷയം പ്രത്യക്ഷമല്ലെങ്കിലും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇറാൻ ഒരു പരിധിവരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഇറാൻ ഇന്ന് പോലും എടുത്ത നിലപാട് നയതന്ത്ര തലത്തിൽ ഇടപെടലുകൾ നടത്തണമെന്നാണ്. അതായത് ഇറാനുമായുള്ള ആണവധാരണ സംബന്ധിച്ച് അത്തരത്തിലുള്ള വസ്തുതാപരമായ ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും എന്തായാലും ഈ ആണവധാരണ ഉടൻ യാഥാർത്ഥ്യമായേക്കുമെന്നാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അമേരിക്ക ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? അമേരിക്ക പറയുന്നുണ്ട് പ്രശ്നപരിഹാരത്തിനാണ് മുൻഗണന എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ട്രംപാണ് എന്താണ് എപ്പോഴാണ് എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടി വരും. അതീതമാണ് ട്രംപ്.